മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. 3 സ്പിൽവേ ഷട്ടറുകൾ 75 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, അതിതീവ്ര മഴയാണ് ഇടുക്കി ജില്ലയിൽ പെയ്തത്. നിലവിൽ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് എങ്ങനെയാണ്? സ്പിൽവേ ഷട്ടറുകൾ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, 3 സ്പിൽവേ ഷട്ടറുകൾ 75 സെന്റിമീറ്റർ വീതം ഉയർത്തി 1063 ഘനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിയാറിലാണ്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ആശങ്കപ്പെടുന്ന ഒരു അളവിലേക്ക് പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം എത്തിയാൽ പോലും ഒരു 50 സെന്റിമീറ്റർ, മാക്സിമം ഒരു മീറ്റർ വരെ മാത്രമായിരിക്കും ജലനിരപ്പ് ഉയരുക. അത് ഏതെങ്കിലും വിധത്തിൽ ആശങ്കപ്പെടുന്ന അളവിലേക്കോ അല്ലെങ്കിൽ ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയിലേക്കോ ഒന്നും പോവില്ല എന്നുള്ളത് കൃത്യമായി തന്നെ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുല്ലപ്പെരിയാറിലെ 3 സ്പിൽവേ ഷട്ടറുകൾ കൂടിയും അടുത്ത ഘട്ടമായി 75 സെന്റിമീറ്റർ വീതം ഉയർത്തും എന്നുള്ളതും തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട്. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തുക. ഒറ്റയടിക്ക് തുറന്ന വെള്ളം പുറത്തേക്ക് വിടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. നിലവിൽ 137.70 അടിയാണ് ഈ റൂൾ കർവ് പരിധി എന്ന് പറയുന്ന. ആ റൂൾ കർവ് പരിധി മറികടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് തന്നെ ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് തമിഴ്നാട് പോയത്. ഇന്നലെ രാവിലെ 132.20 അടിയായിരുന്നു ജലനിരപ്പ്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് ആയപ്പോഴേക്കും അത് 137 അടി കടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതായത് 5 അടിയിലധികം ഒറ്റ രാത്രിയിൽ പെയ്ത മഴ കൊണ്ട് ജലനിരപ്പ് ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇന്നലെ ഏകദേശം 44,000 ഘനയടി വെള്ളം ഒരു സെക്കൻഡിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. അതായത് 2018 സമാനമായ സാഹചര്യത്തിൽ ഇന്നലെ രാത്രിയിൽ മഴ പെയ്തിരുന്നു. അങ്ങനെ പെയ്തത് കൊണ്ടാണ് ഇത്രയും ജലനിരപ്പ് ഉയരുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഡാമിലേക്കുള്ള ഇൻഫ്ലോ കുറഞ്ഞിട്ടുണ്ട്. വൃഷ്ടിപ്രദേശത്ത് മഴ മാറി നിൽക്കുകയാണ്. 15,000 ഘനയടി വെള്ളം മാത്രമേ സെക്കൻഡിൽ ഒഴുകിയെത്തുന്നുള്ളൂ. അത്രയും തന്നെ ജലം പുറത്തേക്ക് ഒഴുക്കുകയോ അല്ലെങ്കിൽ ഈ തമിഴ്നാട് കൊണ്ടുപോവുകയോ ചെയ്തെങ്കിൽ മാത്രമേ ജലനിരപ്പ് ക്രമീകരിക്കാൻ കഴിയുള്ളൂ. എന്തായാലും വരും മണിക്കൂറുകളിലും ജലനിരപ്പ് ഉയരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനനുസരിച്ച് ജലനിരപ്പ് ക്രമീകരിക്കാൻ വേണ്ടി സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ, നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഒക്കെയാണ് ഈ ജലനിരപ്പ് റൂൾ കർവ് പരിധിയിൽ നിലനിർത്താൻ വേണ്ടി തമിഴ്നാട് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒഴുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളത് തമിഴ്നാട് കൃത്യമായും ഇടുക്കി ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിതീവ്ര മഴയാണ് ഇടുക്കി ജില്ലയിൽ പെയ്തത്. ഇപ്പോൾ വൃഷ്ടിപ്രദേശത്ത് മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. 3 സ്പിൽവേ ഷട്ടറുകൾ 75 സെന്റിമീറ്റർ വീതം തമിഴ്നാട് ഉയർത്തി. ഇനിയും അത്തരത്തിൽ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തുമെന്നതാണ് തമിഴ്നാട് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ പ്രദേശവാസികൾക്ക് ആശങ്ക വേണ്ടതില്ല എന്ന് രാഹുൽ വിജയൻ അറിയിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.